ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല നാടൻ പഴം കൊണ്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഞാൻ ഇതിനായിട്ട് 1/2 കിലോ മൈദയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് അരിപ്പൊടി, റവ, പിന്നെ ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ 1.5 സ്പൂൺ ഈസ്റ്റാണ് എടുത്തേക്കുന്നത്, 1 സ്പൂൺ എള്ള്. ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോണേ. കാരണം എന്ന് വെച്ചാൽ വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് നോക്കണം. അപ്പം നന്നായിട്ട് അതെല്ലാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പരുവാവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂറോളം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ പഴമാണെങ്കിൽ 2 സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ മാവിനകത്ത് നമ്മളിനി അരമണിക്കൂർ സെറ്റ് ആയതിനു ശേഷം അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ കളറുണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതിയാവും കേട്ടോ. ഞാൻ കളറില്ലാത്തതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തേക്കുന്നത്. ഒരു പഴമാണെങ്കിൽ ഇങ്ങനെ 2ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ആ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തു പാൻ എടുത്ത് വെച്ച് പാൻ ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ മാവിനകത്ത് നമ്മുടെ പഴമാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് എണ്ണയ്ക്കകത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്കകത്ത് ഇടുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് എണ്ണയാണെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യാവൂ. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പയ്യെ കൊണ്ട് അടുത്ത സൈഡിലോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, നല്ല ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങും. അപ്പോഴത്തേക്ക് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് തന്നെയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.